ഹായ് ഓൾ, ഞാൻ ഡോക്ടർ അശ്വതി ആകാശ്. കേരള PSCയുടെ ഫുഡ് സേഫ്റ്റി ഓഫീസർ എക്സാമിന്റെ പ്രിപ്പറേഷൻസിൽ നിങ്ങളെ സഹായിക്കാനാണ് ഞാൻ ഈ ചാനലുമായിട്ട് നിങ്ങളുടെ മുന്നിലെത്തുന്നത്. ഫുഡ് ടെക്നോളജിയിലെ ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യാമെന്ന് കരുതുന്നു. കഴിഞ്ഞ FSO എക്സാമിന് 15 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഫുഡ് ടെക്നോളജിയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം നമുക്ക് സമയം കളയാതെ ടോപ്പിക്കിലേക്ക് കടക്കാം. ആദ്യമായിട്ട് നമുക്ക് ഫെർമെന്റേഷൻ നോക്കാം. ഫെർമെന്റേഷൻ ഫുഡ് പ്രിസർവേഷൻ മെത്തേഡിലെ ഒരു ഭാഗമാണ് ഫെർമെന്റേഷൻ. അപ്പൊ നമുക്ക് ഫെർമെന്റേഷൻസ് നോക്കാം. ഫെർമെന്റേഷൻ എന്ന് പറയുന്നത് ഈസ്റ്റ്, ബാക്ടീരിയ പോലുള്ള മൈക്രോ ഓർഗാനിസംസിന്റെ സഹായത്തിൽ സ്റ്റാർച്ചും ഷുഗറും പോലെയുള്ള കാർബോഹൈഡ്രേറ്റ്സിനെ ആൽക്കഹോളും ആസിഡും ആക്കി മാറ്റുന്ന രീതിക്കാണ് നമ്മൾ ഫെർമെന്റേഷൻ എന്ന് പറയുന്നത്. The term fermentation means breakdown of carbohydrate materials to alcohol or organic acid by microorganisms, mostly in anaerobic environment. അപ്പോൾ കൂടുതലും അൺഎയറോബിക് ആയിട്ടുള്ള എൻവയോൺമെന്റിലാണ് ഫെർമെന്റേഷൻ നടക്കുന്നത്. പക്ഷെ എന്നിരുന്നാലും ബോത്ത് എയറോബിക് ആൻഡ് അൺഎയറോബിക് എൻവയോൺമെന്റിൽ ഫെർമെന്റേഷൻ നടക്കുന്നുണ്ട്. അപ്പം ജനറലി ഫെർമെന്റേഷൻ refers to both anaerobic and aerobic breakdown of carbohydrate and carbohydrate like materials. അപ്പോൾ ഈ ഫെർമെന്റേഷൻ നടക്കുമ്പോൾ ഫുഡിലെ കാർബോഹൈഡ്രേറ്റ്സ് ഫെർമെന്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇതിലുള്ള പ്രോട്ടീനിഷ്യസ് ആയിട്ടുള്ള മെറ്റീരിയൽസ്, അതായത് പ്രോട്ടീൻസ് പ്രോട്ടിയോലൈസിസ് അല്ലെങ്കിൽ പ്യൂട്രിഫാക്റ്റീവ് ബ്രേക്ക് ഡൗൺ നടക്കുന്നു. അതായത് പ്രോട്ടീൻസ് അത് അമിനോ ആസിഡ്സ് ആയിട്ട് മാറുന്നു. അതുപോലെ തന്നെ ലിപ്പിഡ്സ് ലിപ്പോലൈറ്റിക് ബ്രേക്ക് ഡൗൺ നടക്കുന്നു. അതായത് ലിപ്പിഡ്സ് ഗ്ലിസറോളും ഫ്രീ ഫാറ്റി ആസിഡും ഒക്കെ ആയിട്ട് മാറുന്നു. ഇതാണ് ഫെർമെന്റേഷൻ. ഈ ഫെർമെന്റേഷൻ നടക്കുമ്പോൾ എങ്ങനെയാണ് ഫുഡിനെ പ്രിസർവ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഉണ്ടാകുന്ന ആസിഡ്സും ആൽക്കഹോളിന്റെ സഹായത്തിലാണ്. The preservative effect of fermentation is caused by the chemicals excreted by microorganisms. The principal chemicals involved are acids and alcohol. They inhibit the growth of common pathogenic organisms in food. അപ്പം ഈ ആസിഡ്സും ആൽക്കഹോൾസും ഒക്കെ ഫുഡിൽ ഉണ്ടാകേണ്ട വേറെയുള്ള മൈക്രോ ഓർഗാനിസംസിന്റെ ഗ്രോത്തിനെ പ്രിവെന്റ് ചെയ്യുന്നു. അപ്പം ഈ ഫെർമെന്റേഷനും ബാക്കിയുള്ള ഫുഡ് പ്രിസർവേഷൻ ടെക്നിക്സും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് ഫെർമെന്റേഷനിൽ നമ്മൾ മൈക്രോ ഓർഗാനിസംസിന്റെ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നാൽ ബാക്കിയുള്ള മെത്തേഡ്സ്, അതായത് ഹീറ്റ് പ്രിസർവേഷൻ, കോൾഡ് പ്രിസർവേഷൻ, ഇതിലൊക്കെ ആണെങ്കിൽ മൈക്രോ ഓർഗാനിസംസിന്റെ ഗ്രോത്തിനെ അറസ്റ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഫുഡ് പ്രിസർവ് ചെയ്യുന്നത്. ഇനി ഈ സയൻസ് ഓഫ് ഫെർമെന്റേഷനെ നമ്മൾ സൈമോളജി അല്ലെങ്കിൽ സൈമേർജി എന്ന് പറയുന്നു. ലൂയിസ് പാസ്റ്റർ ആണ് ആദ്യമായിട്ട് ഫെർമെന്റേഷൻ കണ്ടുപിടിച്ചത്. ഇത് 1857 ഇനി ഫെർമെന്റേഷന്റെ ബെനിഫിറ്റ്സ്. അപ്പം ഒന്ന്, ഫുഡിനെ പ്രിസർവ് ചെയ്യുന്നു. രണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് ഫുഡിന് ഫ്ലേവറും ടെക്സ്ചറൽ ആയിട്ടുള്ള ചേഞ്ചസും ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ ഈ ഫുഡ് ഈ ഫെർമെന്റേഷൻ നടക്കുന്ന സമയത്ത് കുറെ വൈറ്റമിൻസും അവിടെ ഉണ്ടാകുന്നുണ്ട്. അപ്പം ഈ ഫെർമെന്റഡ് ഫുഡ്സ് ആർ ആക്ച്വലി മോർ ന്യൂട്രീഷ്യസ് ദാൻ ദെയർ അൺഫെർമെന്റഡ് കൗണ്ടർ പാർട്സ്. Microorganisms, in addition to break down complex compound, synthesize several vitamins and other growth factors. അപ്പം ഈ കുറെ വൈറ്റമിൻസും ഇവിടെ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വലിയ വൈറ്റമിൻസ് ഒക്കെ ആണെങ്കിൽ ഇൻഡസ്ട്രിയൽ രീതിയിൽ ഉണ്ടാക്കുന്നത് ഈ ഫെർമെന്റേഷൻ രീതിയിലാണ്. പിന്നെ the digestible carbohydrates and proteins of grains and seeds are enclosed in cellulosic and hemicellulosic structures which are indigestible material. നമ്മുടെ ഗ്രെയിൻസിലും സീഡ്സിലും ഒക്കെയുള്ള കാർബോഹൈഡ്രേറ്റ്സും പ്രോട്ടീൻസും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ഡൈജസ്റ്റബിൾ ആണ്. പക്ഷെ അത് സെല്ലുലോസിക്കും ഹെമി സെല്ലുലോസിക് സ്ട്രക്ചേഴ്സ് കൊണ്ട് എൻക്ലോസ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ അതുമൂലം അവ ഇൻഡൈജസ്റ്റബിൾ ആയിട്ടിരിക്കുകയാണ്. സോ ഈ ഫെർമെന്റേഷൻ നടക്കുമ്പോഴത്തേക്ക് ഈ സ്ട്രക്ചേഴ്സ് അങ്ങ് ബ്രേക്ക് ഡൗൺ ആവും. അങ്ങനെ ഈ ഗ്രെയിൻസിലെയും സീഡ്സിലെയും ഒക്കെയുള്ള ഈ കാർബോഹൈഡ്രേറ്റ്സ് പ്രോട്ടീൻസിലേക്ക് നമുക്ക് ഈസിലി ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. Fermentation, especially by certain modes, break down the indigestible protective coating as they are rich in cellulose splitting enzymes. Fermented foods also help to decrease fat deposition, stimulate metabolism, normalize stomach acidity, and protect the stomach and intestinal linings. അപ്പം ഇതും ഫുഡ് പ്രിസർവേഷന്റെ ബെനിഫിറ്റ്സ് ആണ്. ഫാറ്റ് ഡെപ്പോസിഷനെ കുറയ്ക്കുന്നു, മെറ്റബോളിസം കൂട്ടുന്നു, സ്റ്റൊമക്കിലെ ആസിഡിറ്റി കുറയ്ക്കുന്നു, പിന്നെ സ്റ്റൊമക്കിലെ ഇൻഡസ്ട്രിയൽ ലൈനിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു. ഇനി ഇൻഡസ്ട്രിയൽ ഫെർമെന്റേഷന്റെ ടൈപ്സ്. അപ്പം ഇത് 4 കാറ്റഗറിയിൽ പറയുന്നുണ്ട്.
ഒന്ന് സബ്സ്ട്രേറ്റിന്റെ ബേസിസിൽ, ഒന്ന് ആ സബ്സ്ട്രേറ്റിനെ എങ്ങനെ ഫീഡ് ചെയ്യുന്നതിന്റെ രീതിയിൽ, ഒന്ന് ആ എയറേഷന്റെ രീതിയിൽ, അതുപോലെ തന്നെ പ്രോഡക്ട്സ് ഫോം ചെയ്തതിന്റെ ബേസിസിൽ. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അപ്പൊ ആദ്യത്തത് ബേസ്ഡ് ഓൺ ദ ടൈപ്പ് ഓഫ് സബ്സ്ട്രേറ്റ്. സബ്സ്ട്രേറ്റ് എന്താണ്? സബ്സ്ട്രേറ്റ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ആ കെമിക്കൽ റിയാക്ഷൻ നടക്കുന്ന മീഡിയത്തിനെയാണ് നമ്മൾ സബ്സ്ട്രേറ്റ് എന്ന് പറയുന്നത്. അപ്പം ഈ രീതിയിൽ രണ്ട് ടൈപ്സ് ഉണ്ട്, സോളിഡ് സ്റ്റേറ്റ് ഫെർമെന്റേഷനും സബ്മർജ്ഡ് ഫെർമെന്റേഷനും. അപ്പം ഈ സോളിഡ് സ്റ്റേറ്റ് ഫെർമെന്റേഷൻ എന്താണെന്ന് നോക്കാം. സോളിഡ് സ്റ്റേറ്റ് ഫെർമെന്റേഷൻ is also referred as surface fermentation. Surface fermentation എന്ന് പറയുന്നു. ഇവിടെ it is a process in which microbial growth and product formation occurs on the surface of solid substrate. അപ്പം ഇവിടെ മൈക്രോബിയൽ ഗ്രോത്തും പ്രോഡക്റ്റ് ഫോർമേഷനും നടക്കുന്നത് ഒരു സോളിഡ് ആയിട്ടുള്ള സബ്സ്ട്രേറ്റിന്റെ മുകളിലാണ്. മൈക്രോ ഓർഗാനിസംസ് ഗ്രോ ഓൺ മോയിസ്റ്റ് സബ്സ്ട്രേറ്റ് വിത്ത് ലിറ്റിൽ ഓർ നോ ഫ്രീ വാട്ടർ. അപ്പം ഇവിടെ ഫ്രീ വാട്ടർ ഇവിടെ ഇല്ല, ഫ്രീ വാട്ടർ ഇല്ലാത്തത് മൂലം ആണ് ഇതിനെ നമ്മൾ സോളിഡ് സ്റ്റേറ്റ് ഫെർമെന്റേഷൻ എന്ന് പറയുന്നത്. ദിസ് മെത്തേഡ് ഈസ് സ്യൂട്ടബിൾ ഫോർ മൈക്രോ ഓർഗാനിസംസ് ദാറ്റ് നീഡ് ലെസ് വാട്ടർ ഫോർ ഇറ്റ്സ് ഗ്രോത്ത്. This method is economically viable as a fermentation is carried out using agricultural byproducts. ഇവിടെ ഫെർമെന്റേഷൻ നടക്കുന്നത് അഗ്രികൾച്ചറൽ ബൈ പ്രൊഡക്ട്സിന്റെ യൂസിലാണ്. ഇപ്പം സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ റൈസ്, വീറ്റ്, മെയ്സ്, ബാർലി, ഇൻഡസ്ട്രിയൽ റെസിഡ്യൂസ് ഒക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതാണ് സോളിഡ് സ്റ്റേറ്റ് ഫെർമെന്റേഷൻ എന്ന് പറയുന്നത്. സോളിഡ് സ്റ്റേറ്റ് ഫെർമെന്റേഷനിൽ ഫെർമെന്റേഷൻ നടക്കുന്നത് ഒരു സോളിഡ് ആയിട്ടുള്ള സബ്സ്ട്രേറ്റിന്റെ മുകളിലാണ്. ഇനി അടുത്തത് സബ്മർജ്. സബ്മർജ് ചെയ്യുക എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അവിടെ വെള്ളമുണ്ട് എന്നുള്ളത്. സബ്മർജ് ചെയ്യുക. Submerged fermentation is a typical industrial process in which microorganisms are grown in the liquid media in a still tank reactor for the production of desired products. അപ്പം ഇവിടെ മൈക്രോ ഓർഗാനിസംസ് വളരുന്നത് ഒരു ലിക്വിഡ് മീഡിയത്തിലാണ്. അപ്പം ഇത് നോർമലി ഉപയോഗിക്കുന്നത് ഒരു എൻസൈം ഇൻഡസ്ട്രീസിലൊക്കെ എൻസൈം പ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ സബ്മർജ്ഡ് ഫെർമെന്റേഷൻ ഉപയോഗിക്കുന്നത്. ദിസ് ഇസ് ദ preferred method for industrial enzyme production at large scale due to the ease of control and better growth of microbes. അപ്പോൾ നമുക്ക് ഇവിടെ ഉപയോഗിക്കുന്ന സബ്സ്ട്രേറ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. The most commonly used media are molasses, broth, corn steep liquor, etc. This method is suitable for microorganisms that require high moisture. അപ്പം സോളിഡ് സ്റ്റേറ്റ് ഫെർമെന്റേഷനിൽ ഇതാണ് സോളിഡ് ആയിട്ടുള്ള ഒരു സബ്സ്ട്രേറ്റ് ആണ് ഉപയോഗിക്കുന്നത്. സബ്മർജ്ഡ് ഫെർമെന്റേഷനിൽ ലിക്വിഡ് ആയിട്ടുള്ള സബ്സ്ട്രേറ്റ് ആണ് ഉപയോഗിക്കുന്നത്. അതാണ് അതിലെ വ്യത്യാസം. ഇനി എങ്ങനെയൊക്കെയാണ് ആ സബ്സ്ട്രേറ്റിനെ ഫീഡ് ചെയ്യുന്ന രീതിയിലുള്ള അതിന്റെ ബേസിലുള്ള ടൈപ്സ് എന്ന് പറയുന്നത് ബാച്ച് ഫെർമെന്റേഷൻ, കണ്ടിന്യൂസ് ഫെർമെന്റേഷൻ ആൻഡ് ഫെഡ് ബാച്ച് ഫെർമെന്റേഷൻ. അപ്പൊ നമുക്ക് ബാച്ച് ഫെർമെന്റേഷൻ എന്താണെന്ന് നോക്കാം. ബാച്ച് ഫെർമെന്റേഷൻ എന്ന് പറയുന്നത് ഒരു ക്ലോസ്ഡ് പ്രോസസ് സിസ്റ്റം ആണ്. ഇവിടെ in this method the fermenter tank is filled with materials such as substrate and inoculum. The process parameters such as temperature and pH are set and occasionally nutritive supplements are added to the substrate. Until the process comes to an end, neither substrate is added nor the product is removed from the fermenter. ബാച്ച് ഫെർമെന്റേഷനിൽ ആദ്യം തന്നെ ഈ ഫെർമെന്റേഷൻ നടക്കാൻ ഉദ്ദേശിക്കുന്ന സബ്സ്ട്രേറ്റും ഇനോക്കുലും, സബ്സ്ട്രേറ്റ് എന്ന് പറയുന്നത് മീഡിയം ആണെന്ന് പറഞ്ഞു, അതുപോലെ ഇനോക്കുലം എന്ന് പറയുന്നത് ആ മൈക്രോ ഓർഗാനിസംസിന്റെ പോപ്പുലേഷനെയാണ് നമ്മൾ ഇനോക്കുലം എന്ന് പറയുന്നത്. അപ്പൊ ഈ സബ്സ്ട്രേറ്റും ഇനോക്കുലവും ആദ്യം തന്നെ നമ്മൾ ആഡ് ചെയ്തു. പിന്നെ ടെമ്പറേച്ചറും pHഉം ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. എന്നിട്ട് ന്യൂട്രിറ്റീവ് ആയിട്ടുള്ള സപ്ലിമെന്റ്സ് ആവശ്യമുണ്ടോ എന്നുണ്ടെങ്കിൽ അത് പിന്നീട് ആഡ് ചെയ്യുന്നു. അപ്പം ഈ പ്രോസസ്സ് കഴിയുന്നത് വരെ ഈ സബ്സ്ട്രേറ്റോ അല്ലെങ്കിൽ പ്രോഡക്റ്റ് ഫോം ചെയ്തോ നമ്മൾ റിമൂവ് ചെയ്യുന്നില്ല. അപ്പം ഈ പ്രോസസ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം മാത്രമേ നമ്മൾ പ്രോഡക്ട്സ് റിമൂവ് ചെയ്യത്തുള്ളൂ. ദ ഫെർമെന്റേഷൻ പ്രൊസീഡ്സ് ആൻഡ് ആഫ്റ്റർ desired period the products are taken out from the fermenter. Once the process is over, the fermenter is cleaned and the process is repeated. It has 3 phases: lag phase, where microbial cells adapt to the environment, exponential phase, പിന്നെ സ്റ്റേഷനറി ഫേസ്. ഇവിടെ 3 ഫേസ് ഉണ്ട്. ആദ്യത്തെ എന്ന് പറയുന്നത് ലാഗ് ഫേസ് ആണ്. അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മൈക്രോബിയൽ സെൽസ് ആ ഫെർമെന്റേഷൻ നടക്കുന്ന എൻവയോൺമെന്റുമായിട്ട് അഡാപ്റ്റ് ചെയ്യുന്നു. രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് എക്സ്പോണൻഷ്യൽ ഫേസ് ആണ്. അവിടെ വെച്ച് ഈ മൈക്രോബ്സ് അവിടെ സെൽസ് ഗ്രോ ചെയ്യുന്നു. അതുപോലെ തന്നെ സ്റ്റേഷനറി ഫേസിൽ അത് സെൽസ് ആവശ്യമുള്ള ന്യൂട്രിയൻസ് എല്ലാം അബ്സോർബ് ചെയ്തതിനു ശേഷം സെൽസ് അവിടെ ഡൈ ചെയ്യുന്നു. ഇതാണ് ബാച്ച് ഫെർമെന്റേഷൻ എന്ന് പറയുന്നത്. പിന്നെ കണ്ടിന്യൂസ് ഫെർമെന്റേഷൻ.
In continuous fermentation, the ingredients are added throughout the process as per the need and the products are removed as they are formed. ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ഫെർമെന്റേഷനിൽ പ്രോഡക്ട്സ് ഇങ്ങനെ കണ്ടിന്യൂസ്ലി ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇൻഗ്രീഡിയൻസ് കണ്ടിന്യൂസ്ലി ആഡ് ചെയ്യുവാണ്. അതുപോലെ തന്നെ പ്രോഡക്ട്സ് ഉണ്ടാകുന്ന അനുസരിച്ച് പ്രോഡക്ട്സും അത് റിമൂവ് ചെയ്യുന്നു. In this type of process, the growth of bacterial population can be maintained in a steady stage over a long period of time. The microbes grow through a very short lag phase and then themselves maintain themselves at exponential phase. അപ്പം ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഷോർട്ട് ആയിട്ടുള്ള ലാഗ് ഫേസ് ആണ്. പിന്നെ കൂടുതലായിട്ടുള്ളത് എക്സ്പോണൻഷ്യൽ ഫേസ് ആണ്. എക്സ്പോണൻഷ്യൽ ഫേസ് കൂടുതലാണ്, കാരണം ന്യൂട്രിയൻസ് ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് എക്സ്പോണൻഷ്യൽ ഫേസ് ഇവിടെ കൂടുതലാണ്. അപ്പോൾ കണ്ടിന്യൂസ് ഫെർമെന്റേഷനിൽ പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുവാണ്. ഇൻഗ്രീഡിയൻസ് ഇങ്ങനെ കൂടെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ പ്രോഡക്ട്സ് ഉണ്ടാകുന്ന അനുസരിച്ച് തന്നെ പ്രോഡക്ട്സിനെ റിമൂവ് ചെയ്യുന്നു. ഇനി ഫെഡ് ബാച്ച് ഫെർമെന്റേഷൻ. Fed batch fermentation is a modification of batch fermentation. The substrate is added at fixed time intervals during the fermentation process. അപ്പം ഇതൊരു ഫെഡ് ബാച്ച് ഫെർമെന്റേഷൻ എന്ന് പറയുന്നത് ബാച്ച് ഫെർമെന്റേഷന്റെ ഒരു മോഡിഫിക്കേഷൻ ആണ്. ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സബ്സ്ട്രേറ്റ് ഇങ്ങനെ ഫിക്സ്ഡ് ഇന്റർവെൽസിൽ ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. It is a semi-open system and the volume of liquid culture in the bioreactor increase as the culture is systematically added. ഇതൊരു സെമി ഓപ്പൺ സിസ്റ്റം ആയിട്ടാണ് കണക്കാക്കുന്നത്. പിന്നെ നമ്മുടെ ഇതൊരു കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ഫെർമെന്റേഷനിലെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അസിഡിറ്റി, ലെവൽ ഓഫ് ആൽക്കഹോള്, യൂസ് ഓഫ് സ്റ്റാർട്ടേഴ്സും പിന്നെ ഓക്സിജന്റെയും സോൾട്ടിന്റെയും ഒക്കെ ലെവലാണ് നമ്മുടെ ഫെർമെന്റേഷനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഇനി ബേസ്ഡ് ഓൺ ദ നീഡ് ഓഫ് എയറേഷന്റെ നീഡ് അനുസരിച്ചുള്ള ഫെർമെന്റേഷന്റെ ടൈപ്സ്. അത് എയറോബിക് ഫെർമെന്റേഷനും അനേറോബിക് ഫെർമെന്റേഷൻ. എയറോബിക് ഫെർമെന്റേഷൻ എന്ന് പറഞ്ഞാൽ എയറിന്റെ പ്രസൻസിൽ നമ്മൾ ഫെർമെന്റേഷൻ നടക്കുന്നുള്ളത്. Most of the large scale fermentation processes are carried out in the presence of aerobic condition. In aerobic fermentation, the materials in the fermenter are agitated with a impeller or sterile air which pours into the fermenter. അപ്പം ഈ എയറോബിക് ഫെർമെന്റേഷനിൽ മെറ്റീരിയൽസ് നമ്മൾ ആഡ് ചെയ്യുന്നത് അതൊരു ഇംപെല്ലറിന്റെ സഹായത്തോടെ അതിനെ മിക്സ് ചെയ്യുന്നു. അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റെറൈൽ ആയിട്ടുള്ള എയർ ഈ ഫെർമെന്ററിലേക്ക് കടത്തി വിടുന്നു. അപ്പം ഇവിടെ ഒരു മിനിമം ഓക്സിജൻ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യമുണ്ട്. In this process, it is necessary to maintain the dissolved oxygen concentration above the specified minimal levels. Anaerobic fermentation. Anaerobic fermentation ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എയറേഷന്റെയോ അല്ലെങ്കിൽ മിക്സിങ്ങിന്റെയോ ആവശ്യമില്ല. പക്ഷേ എന്നാൽ ചില കേസസിൽ എയറേഷൻ തുടങ്ങുന്ന ആ ഫെർമെന്റേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തിൽ എയറേഷനും മിക്സിങ്ങിന്റെയും ഒരു ആവശ്യം വരുന്നുണ്ട്. The provision for aeration and mixing device is not needed in anaerobic fermentation, but in few cases, aeration and mixing may be needed in an initial period. Once the fermentation begins, the gas produced in the process generates sufficient mixing. അപ്പം ഇവിടെ നിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫെർമെന്റേഷൻ തുടങ്ങി കഴിഞ്ഞിട്ട് അവിടെ ഉണ്ടാകുന്ന ഗ്യാസ് ഇതിനെ നല്ല രീതിയിൽ മിക്സിങ് നടത്തുന്നു. The air present in headspace should be replaced by carbon dioxide or nitrogen or suitable combination. അപ്പം ഹെഡ് സ്പേസ് എന്ന് പറയുന്നത് മുകളിൽ വരുന്ന ഏരിയ ആണ്. അപ്പം ഫെർമെന്ററിൽ ഏറ്റവും ടോപ്പ് പൊസിഷൻ അടപ്പിന്റെ താഴെയായിട്ട് വരുന്നു. അപ്പം അവിടെ വരുന്ന എയർ അത് റീപ്ലേസ് ചെയ്യണം ബൈ കാർബൺ ഡയോക്സൈഡോ അല്ലെങ്കിൽ നൈട്രജനോ അല്ലെങ്കിൽ suitable കോമ്പിനേഷൻ കൊണ്ട് അത് റിമൂവ് ചെയ്യണം. During this type of fermentation, the released carbon dioxide and hydrogen are collected and reused. ഇനി based on the products form ചെയ്യുന്നതിന്റെ ബേസിസിലുള്ള ടൈപ്സ്. ഒന്ന് ലാക്റ്റിക് ആസിഡ് ഫെർമെന്റേഷൻ. പിന്നെ നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് ഫെർമെന്റേഷൻ carried out by lactic acid bacteria like Lactobacillus species and Streptococcus species. അപ്പം ഇവിടെ ഈ ലാക്റ്റിക് ആസിഡ് ഫെർമെന്റേഷൻ ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അത് ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ ആണ് അവിടെ ഉള്ളതെന്ന്. അല്ലെങ്കിൽ ലാക്ടോബസിലസും സ്ട്രെപ്റ്റോകോക്കസ് സ്പീഷീസും ആണ് ഉണ്ടാകുന്നത്. ഈ സ്പീഷീസ് they convert carbohydrates into lactic acid and decreases the pH of food and preserves it. അപ്പം ഈ ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ ഇവിടെ കാർബോഹൈഡ്രേറ്റ്സിനെ അത് ലാക്റ്റിക് ആസിഡ് ആയിട്ട് മാറ്റുന്നു.
അപ്പോൾ അങ്ങനെ ഫുഡിന്റെ pH കുറയുന്നു, അങ്ങനെ പ്രിസർവ് ചെയ്യുന്നു. ഇതിന്റെ എക്സാമ്പിൾസ് ആണ് സോർക്രൂട്ട്, കിംചി, യോഗട്ട്, ചീസ് ഒക്കെ. അടുത്ത ടൈപ്പ് എന്ന് പറയുന്നത് എഥനോൾ ഫെർമെന്റേഷൻ. അപ്പം എഥനോൾ ഫെർമെന്റേഷൻ ആരാ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ക്യാരിഡ് ഔട്ട് ബൈ ഈസ്റ്റ് സച്ച് ആസ് സക്കാരോമൈസസ് സെർവീസിയെ. ഈസ്റ്റ് മെറ്റാബോളൈസ് ഷുഗർ, typically glucose or maltose into ethanol and carbon dioxide. അപ്പം എഥനോൾ ഫെർമെന്റേഷനിൽ എന്താണ് യൂസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈസ്റ്റ് ആണ്. ഈസ്റ്റിന്റെ സഹായത്തോടു കൂടിയാണ്, ഈസ്റ്റിന്റെ സ്പീഷീസ് സക്കാരോമൈസസ് സെർവീസ് ചെയ്യാണ്. അപ്പം ഇവ നമ്മുടെ ഷുഗറിനെ എത്തനോളും കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് മാറ്റുന്നു. അപ്പം അതാണ് ആ പേര് വരുന്നത്, എഥനോൾ ഫെർമെന്റേഷൻ എന്ന് പറയുന്നത്. ഇവിടെ പ്രോഡക്റ്റ് ഫോം ചെയ്ത് എഥനോളും കാർബൺ ഡൈ ഓക്സൈഡ്. എക്സാമ്പിൾ ഇത് എവിടെ നടക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ബിയർ, വൈൻ, സ്പിരിറ്റിലൊക്കെ പ്രൊഡക്ഷനിലാണ് നമ്മൾ എഥനോൾ ഫെർമെന്റേഷൻ നടക്കുന്നത്. ഇനി അടുത്തത് അസറ്റിക് ആസിഡ് ഫെർമെന്റേഷൻ. It is caused by acetic acid bacteria like Acetobacter species which convert ethanol into acetic acid in the presence of oxygen. അപ്പം അസറ്റിക് ആസിഡ് ഫെർമെന്റേഷൻ നടക്കുന്നത് അസറ്റിക് ആസിഡ് ബാക്ടീരിയ, അതായത് അസറ്റോബാക്ടർ സ്പീഷീസ് ആണ്. ഇവിടെ എഥനോളിനെ അസറ്റിക് ആസിഡ് ആയിട്ട് മാറ്റുന്നു. അപ്പം സാധാരണഗതിയിൽ നമ്മൾ വിനീഗർ ആണ് ഇങ്ങനെ അസറ്റിക് ആസിഡ് ഫെർമെന്റേഷൻ വഴി നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പം ഈ വിനീഗറിന്റെ പ്രൊഡക്ഷൻ ചില FSSAI ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് എടുത്തുന്നേ ഉള്ളൂ. ഇപ്പം ഫെർമെന്റേഷൻ പ്രോസസ് ഓഫ് വിനീഗർ. വിനീഗർ ഇസ് എ പ്രോഡക്റ്റ് ഓഫ് two-stage fermentation. In the first stage, yeast converts sugar into ethanol anaerobically. അപ്പം ഫെർമെന്റേഷൻ വിനീഗർ പ്രൊഡക്ഷനിൽ 2 സ്റ്റേജിലാണ് ഫെർമെന്റേഷൻ നടക്കുന്നത്. ആദ്യത്തെ സ്റ്റേജിൽ എന്ന് പറയുന്നത് ഈസ്റ്റ് ഷുഗറിനെ എഥനോൾ ആയിട്ട് മാറ്റുന്നു അൺഎയറോബിക്കലി. പിന്നെ അതിന് ശേഷം സെക്കൻഡ് സ്റ്റേജിൽ ഈ ഉണ്ടായിരിക്കുന്ന എഥനോളിനെ ഈസ് ഓക്സൈഡ് ടു അസറ്റിക് ആസിഡ് aerobically by bacteria of the genera Acetobacter and Gluconobacter. അപ്പം 2 സ്റ്റേജ് ഉണ്ട് എഥനോളിന്റെ ഫെർമെന്റേഷനിൽ. അതായത് ആദ്യത്തെ സ്റ്റേജിൽ ഈസ്റ്റ് ഷുഗറിനെ എഥനോൾ ആക്കുന്നു, പിന്നെ രണ്ടാമത്തെ സ്റ്റേജിൽ എഥനോളിനെ അസറ്റിക് ആസിഡ് ആയിട്ട് മാറ്റുന്നു. ഓക്കെ, ഈ ആദ്യത്തെ സ്റ്റേജിൽ ഈസ്റ്റ് ആണ്, രണ്ടാമത്തെ സ്റ്റേജിൽ ഉപയോഗിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അസറ്റോബാക്ടറും ഗ്ലൂക്കോണോബാക്ടർ സ്പീഷീസിലുള്ള ബാക്ടീരിയകളാണ്. ദാറ്റ് ഈസ് വിനീഗർ പ്രൊഡക്ഷൻ കൺസിസ്റ്റ് ഓഫ് എനേറോബിക് ഫെർമെന്റേഷൻ ഫോളോഡ് ബൈ എയറോബിക് ഫെർമെന്റേഷൻ. ഇതാണ് ഞാൻ ക്വസ്റ്റ്യൻ കണ്ടതെന്ന് പറഞ്ഞത്. ഇത് വിനീഗർ പ്രൊഡക്ഷനിൽ എന്ത് ടൈപ്പ് ഫെർമെന്റേഷൻ ആണ് ഉള്ളതെന്നുള്ളത്. ബോത്ത് അനേറോബിക്കും ഉണ്ട് എയറോബിക്കും ഉണ്ട്. അതായത് 2-stage ഫെർമെന്റേഷൻ ആണ് വിനീഗറിൽ നടക്കുന്നുള്ളത്. ഇനി ക്ലാസിഫിക്കേഷൻ ഓഫ് ഫെർമെന്റഡ് ഫുഡ്. ഫെർമെന്റഡ് ഫുഡിന്റെ ക്ലാസിഫിക്കേഷൻ ഇത് പല കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഇപ്പൊ ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾ പ്രോഡക്ട്സ്, ബിവറേജസ്, സീരിയൽ പ്രോഡക്ട്സ്, മിൽക്ക് പ്രോഡക്ട്സ്, ഫിഷ് പ്രോഡക്ട്സ്, പ്രോഡക്ട്സ് ഫ്രം ലിഗ്യൂംസ്, മീറ്റ് പ്രോഡക്ട്സ്, സ്റ്റാർച്ച് ക്രോപ്പ് പ്രോഡക്ട്സ്. അപ്പൊ ഇങ്ങനെ ഇത്രയും ക്ലാസ് ആയിട്ട് ഇങ്ങനെ തിരിച്ചിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾ പ്രോഡക്ട്സ്. അപ്പൊ നമുക്ക് മിക്കവാറും എക്സാമിലൊക്കെ ചോദിക്കുന്നത് ഈ തന്നിരിക്കുന്ന ഇത് ഇപ്പം ടെമ്പെ അല്ലെങ്കിൽ നാറ്റോ അല്ലെങ്കിൽ മൈസോ ഇത് എന്താണെന്നായിരിക്കും ചോദിക്കുന്നത്, എന്ത് പ്രോഡക്റ്റ് ആണെന്നായിരിക്കും. നമുക്ക് നോക്കാം. ടെമ്പെ എന്ന് പറയുന്നത് ഒരു ട്രഡീഷണൽ ഇന്തോനേഷ്യൻ ഫുഡാണ്. അത് ഉണ്ടാക്കിയിരിക്കുന്നത് ഫെർമെന്റഡ് സോയാബീനിൽ നിന്നാണ്. അപ്പം ടെമ്പെ എന്ന് പറയുന്നത് ഒരു ഫെർമെന്റഡ് സോയാബീൻ പ്രൊഡക്റ്റ് ആണ്. ഇറ്റ് ഈസ് റിച്ച് ഇൻ പ്രോട്ടീൻ ആൻഡ് പ്രോബയോട്ടിക്സ്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഫംഗസ് എന്ന് പറയുന്നത് റൈസോഫസ് ഒളിഗോസ്പോറസും അല്ലെങ്കിൽ റൈസോഫസ് ഒറൈസിയയാണ് ഇവിടെ ഉപയോഗിക്കുന്ന ഫംഗസുകൾ. അപ്പം ടെമ്പെ എന്ന് പറയുന്നത് ഒരു ഫെർമെന്റഡ് സോയാബീൻസ് ആണ്. അതുപോലെ തന്നെ നാറ്റോ എന്ന് പറയുന്നത് അതും ഒരു ഫെർമെന്റഡ് സോയാബീൻ പ്രൊഡക്റ്റ് ആണ്. അത് ജപ്പാനിലുള്ളതാണ്. ഇവിടെ സ്റ്റാർട്ടർ കൾച്ചറായിട്ട് ഉപയോഗിക്കുന്നത് ബെസിലസ് സബ്സൈലസ് ആണ്. പിന്നെ മൈസോയും ഒരു ട്രഡീഷണൽ ജാപ്പനീസ് സീസണിങ് ആണ്, പ്രൊഡ്യൂസ്ഡ് ബൈ ഫെർമെന്റിംഗ് സോയാബീൻ. അപ്പം ഇവ മൂന്നും സോയാബീൻസിൽ നിന്ന് ഉണ്ടാക്കിയിരിക്കുന്ന പ്രൊഡക്ട്സ് ആണ്, ടെമ്പെ, നാറ്റോ, മിസോ എന്നൊക്കെയുള്ളത്. പിന്നെ സോർക്രോട്ട് ഇമ്പോർട്ടന്റ് ആണ്. സോർക്രോട്ട് ക്യാബേജിൽ നിന്നുണ്ടാക്കുന്ന ഒരു ഫെർമെന്റഡ് ഫുഡാണ്. സോർക്രോട്ട് ഈസ് എ ഫൈൻലി കട്ട് റോ ക്യാബേജ് ദാറ്റ് ഹാസ് ബീൻ fermented by various lactic acid bacteria. It has a long shelf life and a distinctive sour flavor, both of which results from lactic acid formed when the bacteria ferment sugars in the cabbage leaves. അപ്പം ഈ സോർക്രോട്ട് ഒരു ക്യാബേജിന്റെ ഫെർമെന്റഡ് ഫുഡാണ്. അത് ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ ആണ് ഇവിടെ ആക്ടിവേറ്റ് ചെയ്യുന്നത്.
It is considered as the national dish of Germany. ജർമ്മനിയിലെ നാഷണൽ ഡിഷായിട്ട് പറയുന്നു. ഇവിടെ 4 സ്പീഷീസ് ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയയുടെ 4 സ്പീഷീസ് പറയുന്നുണ്ട് സോഫ്റ്റ്വെയർ ഫെർമെന്റേഷനിൽ. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. ലൂക്കോണോസ്റ്റോക് മീസെൻട്രോയിഡ്സ്, ലാക്ടോബസിലസ് ബ്രീവിസ്, പെഡിയോകോക്കസ് പെൻഡോസേഷ്യസ് ആൻഡ് ലാക്ടോബസിലസ് പ്ലാന്റാറം. അപ്പം ഇതാണ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. സോഫ്റ്റ്വെയർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്യാബേജിന്റെ ഫെർമെന്റഡ് പ്രോഡക്റ്റ് ആണ്. ഇവിടെ ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ ആണ്. ഇത് ജർമ്മനിയിലെ ഒരു നാഷണൽ ഡിഷായിട്ടാണ് പറയുന്നത്. ഇതിന് ലാക്റ്റിക് ആസിഡിന്റെ 4 സ്പീഷീസ് പറയുന്നുണ്ട്. അത് ലൂക്കോസ്റ്റിക് മീസെൻട്രോയിഡ്സ്, ലാക്ടോബസിലസ് ബ്രീവിയസ്, പെഡിയോകോക്കസ് പെൻഡോസീഷ്യസ് ആൻഡ് ലാക്ടോബസിലസ് പ്ലാന്റാ. ഇനി അടുത്തത് സോർബീൻ. ഇപ്പം സോർബീനും സോർക്രോട്ടും തമ്മിൽ തെറ്റിപ്പോകരുത്. സോർക്രോട്ട് ആണ് ക്യാബേജ്, സോർബീൻ എന്ന് പറയുന്നത് ഫെർമെന്റഡ് ടർണിപ്സ് ആണ്. പിന്നെ കിംചി. കിംചി എന്ന് പറയുന്നത് ഒരു ട്രഡീഷണൽ കൊറിയൻ സൈഡ് ഡിഷ് ആണ്. അത് വെജിറ്റബിൾസിൽ നിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. നോർമലി ക്യാബേജ്, റാഡിഷ്, കുക്കുംബറിലൊക്കെയാണ് ഇവ ഉണ്ടാക്കിയിരിക്കുന്നത്. കിംചിയും ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ബിവറേജ് പ്രോഡക്ട്സ്. ഇപ്പം ബിവറേജസ് ആർ പ്രൊഡ്യൂസ് ഇൻ ലാർജ് ക്വാണ്ടിറ്റീസ് ഇൻ ഓൾ റീജിയൻസ് ഓഫ് ദ വേൾഡ്. We normally find 2 types of beverage which are common everywhere. The first group comprises of alcoholic beverage in which fermentation plays a major role in contributing the flavor, chemical and physical characteristic of the fermented products. ബിവറേജസ് നമ്മൾ എല്ലായിടത്തും കാണുന്നത് ഒരു പ്രോഡക്ട്സ് ആണ്. അപ്പം ഇതിൽ 2 ടൈപ്സ് ഉണ്ട്. ആൽക്കഹോളിക്കും ഉണ്ട്, നോൺ ആൽക്കഹോളിക്കും ഉണ്ട്. അപ്പം ഈ ആൽക്കഹോളിക് പ്രോഡക്ട്സിൽ കൂടുതൽ ഫെർമെന്റേഷൻസ് നടക്കുന്നു. രണ്ടിലും നടക്കും, എങ്കിലും ആൽക്കഹോളിക്കിൽ കൂടുതലായിട്ട് ഫെർമെന്റേഷൻ നടക്കുന്നുണ്ട്. ഇവിടെ ഈ ആൽക്കഹോളിക് ബിവറേജിൽ ഫെർമെന്റേഷൻ അതിന് ഫ്ലേവറും കെമിക്കൽ ആൻഡ് ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് കൊടുക്കുന്നുണ്ട്. പിന്നെ ബിയർ ആൻഡ് വൈൻ ഫോൾ അണ്ടർ ദിസ് കാറ്റഗറി. ഇനി അതിലെ സെക്കൻഡ് കാറ്റഗറിയാണ് കാറ്റഗറി ഓഫ് ബിവറേജ് എന്ന് പറയുന്നത് നോൺ ആൽക്കഹോളിക് ബിവറേജ്. അവിടെ വരുന്നത് കോഫി, കൊക്കോ, ടീ ഒക്കെയാണ്. ഇപ്പം ടീ, കൊക്കോ, കോഫിയിലും അവിടെയും ഫെർമെന്റേഷൻസ് നടക്കുന്നുണ്ട്. നാച്ചുറൽ ഫെർമെന്റേഷൻസ് അവിടെയും സംഭവിക്കുന്നുണ്ട്. ബിവറേജസിൽ മൊത്തവും ഫെർമെന്റേഷൻസ് സംഭവിക്കുന്നുണ്ട്. അത് ആൽക്കഹോളിക്കും നോൺ ആൽക്കഹോളിക്കും ആണ്. ആൽക്കഹോളിക് ആയിട്ടുള്ള ബിവറേജസിൽ അതിന്റെ ഫ്ലേവറും കെമിക്കൽ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ തരുന്നത് ഫെർമെന്റേഷൻ ആണ്. പിന്നെ അതിലെ നമുക്ക് നോക്കാം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ബിയർ. ബിയർ ഇസ് എ ബ്രൂഡ് ആൻഡ് ഫെർമെന്റഡ് ബിവറേജ് മെയ്ഡ് ഫ്രം മാൾട്ടഡ് ബാർലി ആൻഡ് അതർ സ്റ്റാർച്ചി സീരിയൽസ് ആൻഡ് ഫ്ലേവേർഡ് വിത്ത് ഹോപ്സ്. അപ്പൊ ബിയർ എന്ന് പറയുന്നത് ഒരു മാൾട്ടഡ് ആയിട്ടുള്ള ബാർലിയിൽ നിന്ന് എടുത്തിട്ടുള്ള പ്രോഡക്റ്റ് ആണ് ബിയർ. പിന്നെ അതിന് ഫ്ലേവർ കൊടുക്കുന്നത് ഹോപ്സ് ആണ് ഫ്ലേവർ കൊടുക്കുന്നത്. അപ്പം ബിയർ എന്തിൽ നിന്നാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് വേണമെങ്കിൽ ചോദിക്കാം. അത് ബാർലിയിൽ നിന്നാണ് ബിയർ ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ക്വാസ് അതെന്ന് പറയുന്നത് ഫെർമെന്റഡ് ആയിട്ടുള്ള സിറിയൽ ബേസ്ഡ് നോൺ ആൽക്കഹോളിക് ബിവറേജ് ആണ്. സിറിയൽസിൽ നിന്ന് ഉണ്ടാക്കുന്ന ഒരു നോൺ ആൽക്കഹോളിക് ബിവറേജ് ആണ് ക്വാസ് എന്നുള്ളത്. സേക്ക്. സേക്ക് എന്ന് പറയുന്നത് ഒരു ജാപ്പനീസ് റൈസ് വൈൻ അല്ലെങ്കിൽ റൈസ് ബിയർ ആണ് സേക്ക്. സോണ്ടി അതെന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ വൈൻ അല്ലെങ്കിൽ റൈസ് ബിയർ ആണ്. ഇത് റൈസ് ഓഫ് സോണ്ടി എന്ന് പറയുന്ന ഓർഗാനിസം ആണ് ഉപയോഗിക്കുന്നത്. റം എന്ന് പറയുന്നത് ഒരു ആൽക്കഹോളിക് ബിവറേജ് ആണ് ഡിസ്റ്റിൽ ഡയറക്ട്ലി ഫ്രം ഫെർമെന്റഡ് ഷുഗർ കെയിൻ പ്രോഡക്ട്സ്. പിന്നെ കൊമ്പൂച്ചയും ഇമ്പോർട്ടന്റ് ആണ്. ഇതിനെ ടീ മഷ്റൂം അല്ലെങ്കിൽ ടീ ഫംഗസ് അല്ലെങ്കിൽ മഞ്ചൂരിയൻ മഷ്റൂം എന്നും പറയുന്നുണ്ട്. കൊമ്പൂച്ചയുടെ വേറെ പേരുകളാണ് ടീ മഷ്റൂം, ടീ ഫംഗസ് അല്ലെങ്കിൽ മഞ്ചൂരിയൻ മഷ്റൂം എന്ന് പറയുന്നത്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫെർമെന്റഡ് ആയിട്ടുള്ള ലൈറ്റ് എവർവസന്റ് ആയിട്ടുള്ള ബ്ലാക്ക് ടീ ഡ്രിങ്ക് ആണ്. ഒരു ഫെർമെന്റഡ് ആയിട്ടുള്ള ഈ ചെറിയ കുമിളകൾ വരുന്ന ഒരു ബ്ലാക്ക് ടീ ആണ് കൊമ്പൂച്ച എന്ന് പറയുന്നത്. കൊമ്പൂച്ച is produced by symbiotic fermentation of sugared tea using a symbiotic culture of bacteria and yeast, SCOBY, commonly called as mother of mushroom. അപ്പം ഈ കൊമ്പൂച്ചയിൽ ഒരു സിംബയോട്ടിക് ആയിട്ടുള്ള ഫെർമെന്റേഷൻ ആണ് നടക്കുന്നത്. അതായത് ഒരു ബാക്ടീരിയയും ഈസ്റ്റും തമ്മിൽ കണക്ഷൻ ഉണ്ട്. അതിനെയാണ് നമ്മൾ സ്കൂബി എന്ന് പറയുന്നത്. ദ സിംബയോട്ടിക് കൾച്ചർ ഓഫ് ബാക്ടീരിയ ആൻഡ് ഈസ്റ്റ്, അതാണ് സ്കൂബി എന്ന് പറയുന്നത്. അപ്പം അതിനെ മദർ അല്ലെങ്കിൽ മഷ്റൂം എന്ന് പറയുന്നു. അപ്പൊ ഈ മൈക്രോബിയൽ പോപ്പുലേഷൻസ് ഇൻ സ്കൂബി വേരീസ്. ദ ഈസ്റ്റ് കമ്പോണന്റ്, ഇപ്പം ഇതിൽ ബാക്ടീരിയയും ഈസ്റ്റും ഉണ്ടെന്ന് പറയുന്നത്. കൊമ്പൂച്ചയില് ബാക്ടീരിയയും ഈസ്റ്റും തമ്മിലുള്ള ഒരു സിംബയോട്ടിക് ആയിട്ടുള്ള ഒരു റിലേഷൻ ആണ്. അതായത് ക്ലോസ് അസോസിയേഷൻ. സിംബിയോസിസ് എന്ന് പറയുന്നത് രണ്ട് ഗ്രൂപ്പ്സ് തമ്മിലുള്ള ഒരു ക്ലോസ് അസോസിയേഷൻ ആണ്. ക്ലോസ് അസോസിയേഷൻ ബിറ്റ്വീൻ 2 or more ഡിഫറെന്റ് ബയോളജിക്കൽ സ്പീഷീസിനെയാണ് നമ്മൾ സിംബിയോസിസ് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ ബാക്ടീരിയയും ഈസ്റ്റും ഉണ്ട്. അപ്പൊ ഇതിലെ ബാക്ടീരിയ എന്ന് പറയുന്നത്
ബാക്ടീരിയ കമ്പോണന്റ് എന്ന് പറയുന്നത് ഗ്ലൂക്കോണോബാക്ടർ സൈലിൻസസും അതുപോലെ തന്നെ ഈസ്റ്റ് സാധാരണ വരുന്നത് സക്കാരോമൈസസ് സെർവീസിയാണ്. ഈ കൊമ്പൂച്ച ഇമ്പോർട്ടന്റ് ആണ്. കൊമ്പൂച്ച എന്ന് പറയുന്നത് ഫെർമെന്റഡ് ആയിട്ടുള്ള ബ്ലാക്ക് ടീ ആണെന്നും ഓർക്കുക. ഇവിടെ സ്കൂബിയാണ്, സ്കോബി എന്നുള്ളതാണ് വരുന്ന ഓർഗാനിസംസ്. അതെന്ന് പറയുന്നത് സക്കാരോമൈസസ് സെർവീസി, ഗ്ലൂക്കോണോബാക്ടർ സൈലിൻസും. മിൽക്ക് പ്രൊഡക്ട്സ്. മിൽക്ക് പ്രൊഡക്ട്സിൽ കുറേ പ്രൊഡക്ട്സ് വരുന്നുണ്ട്. ജസ്റ്റ് ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രമേ മെൻഷൻ ചെയ്തിട്ടുള്ളൂ. യോഗട്ട്, ശ്രീകാന്ത്, ബട്ടർ മിൽക്ക്, കൗമിസ്, കെഫിറൊക്കെ. യോഗട്ടിനകത്തിൽ ഉപയോഗിക്കുന്ന സ്റ്റാർട്ടർ ഓർഗാനിസംസ് ലാക്ടോബസിലസ് ബൾഗാരിസ്, സ്ട്രെപ്റ്റോകോക്കസ്, തെർമോഫിലസുമാണ്. ശ്രീകാന്തിലാണെങ്കിൽ ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ. ബട്ടർ മിൽക്കിൽ ലാക്ടോകോക്കസ് ലാക്റ്റിസ്, ലാക്ടോബസിലസ് ബൾഗാരിസ്, ലൂക്കോണോസ്റ്റഫ് സിട്രോവറം. അതുപോലെ ക്യുമിസ് എന്ന് പറയുന്നത് ഒരു ഫെർമെന്റഡ് ഡയറി പ്രൊഡക്റ്റ് ആണ്. അത് നോർമലി ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് ഡോങ്കി മിൽക്കിൽ നിന്നാണ്. പിന്നെ കെഫിർ. കെഫിർ എന്ന് പറയുന്നത് ഒരു ഫെർമെന്റഡ് മിൽക്ക് ആണ്, മെയ്ഡ് ഫ്രം കെഫിർ ഗ്രെയിൻസ്. ഇറ്റ്സ് എ സ്പെസിഫിക് ടൈപ്പ് ഓഫ് മീസോഫിലിക് സിംബിയോട്ടിക് കൾച്ചർ. മീസോഫിലിക് എന്ന് പറഞ്ഞാൽ ഒരു മോഡറേറ്റ് ടെമ്പറേച്ചറിൽ വളരുന്നതാണ്. അപ്പം ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഈ സ്ലൈഡ് ഇതിനകത്തിലെ ഓർഗാനിസംസ്, സ്റ്റാർട്ടർ ഓർഗാനിസംസ് ഏതൊക്കെയാണ് നോക്കി വെക്കുക. സ്റ്റാർട്ടർ കൾച്ചറായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ ഫിഷ് പ്രോഡക്ട്സ്. ഫിഷ് പ്രോഡക്ട്സിലെ ജസ്റ്റ് പേരുകൾ മാത്രം ഒന്ന് അറിഞ്ഞു വെക്കുക. ഞാൻ പേരുകൾ മാത്രമേ വായിക്കുന്നുള്ളൂ. നാംബ്ല, പാറ്റിസ്, ഫിലിപ്പിയൻ ഫിഷ് സോസ് ആൻഡ് വിയറ്റ്നാമീസ് നോക്മ, പിന്നെ മലേഷ്യയിലെ ബുഡു, ബലാവോ ഇവയെല്ലാമാണ് ഫെർമെന്റഡ് ആയിട്ടുള്ള ഫിഷ് പ്രോഡക്ട്സ്. ജസ്റ്റ് പേരുകൾ മാത്രം അറിയുക. പിന്നെ മീറ്റ് പ്രൊഡക്ട്സ്. മീറ്റ് പ്രൊഡക്ട്സിൽ ഒത്തിരിയും മീറ്റ് പ്രൊഡക്ട്സ് ഫെർമെന്റ് ചെയ്ത് വരുന്നില്ല. അതിൽ തന്നെ കൂടുതലായിട്ട് നമ്മൾ കണ്ടിരിക്കുന്നത് സോസേജുകളാണ്. അപ്പൊ ഈ സോസേജുകളുടെ പേരുകളും നോക്കുക. സോസേജിന്റെ പേര് പറയുന്നത് ജെനോവോ, സലാമി, പിന്നെ യൂറോപ്യൻ ബ്രാൻഡ്സ് ആയിട്ടുള്ള സമ്മർ സോസേജ്, സെർവിലെറ്റ്, ടുറിഞ്ചർ, ടീവർസ്, പിന്നെ സെമി ഡ്രൈ സോസേജ് ആയിട്ടുള്ള ടർക്കി സോസേജ്, ഫെർമെന്റഡ് ഫ്രാങ്ക്ഫർട്ടർ ആൻഡ് ഫ്രിഷ്വർട്ട് എക്സെട്ര. സലാമി ഇതിനകത്തിൽ ഇമ്പോർട്ടന്റ് ആണ്. സലാമി സെക്യൂർഡ് സോസേജ് കൺസിസ്റ്റ് ഓഫ് ഫെർമെന്റഡ് ആൻഡ് എയർ ഡ്രൈഡ് മീറ്റ്, ടിപ്പിക്കലി പോർക്ക്. സലാമി ഒരു ഫെർമെന്റഡ് പ്രൊഡക്റ്റ് ആണ്. അത് പോർക്കിൽ നിന്ന് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഇത് ഇമ്പോർട്ടന്റ് ആണ് സലാമി. പിന്നെ സ്റ്റാർച്ച് ക്രോപ്പ് പ്രൊഡക്ട്സ്. സ്റ്റാർച്ച് ക്രോപ്പ് പ്രൊഡക്ട്സിൽ നമ്മൾ പറയുന്നത് ചീനിയുടെ കാര്യം പറയുന്നുണ്ട്. അതിൽ നമ്മൾ ഈ ഇടയ്ക്ക് ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, ചീനിയുടെ ഇല കഴിച്ച് പശുക്കളൊക്കെ ചത്തുപോയി എന്നുള്ളത്. അപ്പം ഈ ചീനിക്കകത്തിൽ സൈനൈഡ് ഉണ്ട്. അപ്പം ഈ സൈനൈഡിന്റെ ആ കണ്ടന്റിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അതിനെ നമ്മൾ ഫെർമെന്റ് ചെയ്യുന്നു. അപ്പൊ ഫെർമെന്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള പ്രൊഡക്ട്സുകളാണ് ഗാരി, ലുഫൂൺ, ഫുഫു, PUM, പോയി ആൻഡ് ടേപ്പ് എന്നൊക്കെ പറയുന്നത്. Cassava is a major food crop cultivated in several African countries. It's a staple food to most of the people. It contains cyanogenic glucosides and therefore it must be processed. During fermentation, the cyanide content is released completely. Gari, laffoon, fufu, PUM, poi and tape are some of the products. Maize, sorghum and millets are used for the preparation of fermented products like OG, UG, cocoa and chica, etc. The maize, sorghum, millets ഒക്കെ എഴുതിയിട്ടുള്ള ഫെർമെന്റഡ് പ്രൊഡക്ട്സ് ആണ് OG, UG, cocoa എന്നൊക്കെ പറയുന്നത്. പിന്നെ മീറ്റ് പ്രൊഡക്ട്സ്. മീറ്റ് പ്രൊഡക്ട്സിൽ കൂടുതലും നമ്മൾ സോസേജുകളായിട്ടാണ് ഫെർമെന്റഡ് ഫുഡ് വരുന്നത്. അതിൻ്റെയും പേരുകൾ ജസ്റ്റ് ഒന്ന് നോക്കുക. അതിൽ വരുന്നത് ജിനോവോ, സലാമി, പിന്നെ യൂറോപ്യൻ ബ്രാൻഡ്സ് ആയിട്ടുള്ള സമ്മർ സോസേജുകൾ, സെർവിലെറ്റ്, ടുറിഞ്ചർ, ടീവർട്സ്, പിന്നെ സെമി ഡ്രൈ സോസേജസ് ആയിട്ടുള്ള ടർക്കി സോസേജ്, ഫെർമെന്റഡ് ഫ്രാങ്ക്ഫർട്ടർ, ഫിഷ്വർട്ട് എക്സെട്ര. ഇതിന്റെ മീറ്റ് പ്രൊഡക്റ്റിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് സലാമിയാണ്. സലാമി എന്ന് പറയുന്നത് ഒരു ഫെർമെന്റഡ് ആയിട്ടുള്ള പോർക്ക് മെറ്റീരിയൽ ആണ്. പോർക്കിന്റെ ബോഡിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് സലാമി എന്നുള്ളത്. പിന്നെ സ്റ്റാർച്ച് ക്രോപ്പ് പ്രൊഡക്ട്സ്. ഇനി ലെഗ്യൂം പ്രൊഡക്ട്സ്. ലെഗ്യൂംസിൽ നമ്മുടെ pulses constitute an important component of diet after cereals in Asian countries. Soybean is also gaining popularity in India. Legumes are rich in proteins and also in oils and carbohydrates. Unlike cereals, their digestibility is poor and therefore they are fermented to different products. Majority of these pulses and beans contain oligosaccharides such as stachyose and verbascose, which cause flatus in the intestine. Trypsin inhibitors are also present in these agricultural commodities.
ഫെർമെന്റേഷൻ സ്റ്റിമുലേറ്റ്സ് ദീസ് അൺഡിസൈറബിൾ കോൺസ്റ്റിറ്റ്യൂവൻസ്. അപ്പം ഈ പൾസസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ സീരിയൽസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതിന്റെ ഡൈജസ്റ്റബിലിറ്റി കുറവാണ്. കാരണം ഇതിന്റെ അകത്തില് ഒളിഗോസാക്രേറ്റ്സ് ഉണ്ട്, അതായത് സ്റ്റെക്യോസും വെർബാസ്കോസ് പോലുള്ള ഒളിഗോസാക്രേറ്റ്സ് ഉണ്ട്. ഇവ ഇൻഡസ്ട്രീന്റെ അകത്തില് ഗ്യാസ് ഫോർമേഷൻസ് ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ ട്രിപ്സിൻ ഇൻഹിബിറ്റേഴ്സും ഉണ്ട്. അപ്പം ഈ ഫെർമെന്റേഷൻ നടക്കുമ്പോൾ ഈ ഫെർമെന്റേഷൻ ഈ ഇൻഗ്രീഡിയൻസിനെയൊക്കെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ ലെഗ്യൂംസിന്റെ ഉള്ള ഡൈജസ്റ്റബിലിറ്റി റേറ്റ്, അതിന്റെ ന്യൂട്രീഷണൽ ക്വാളിറ്റി ഇത് കൂട്ടുന്നു. ടെക്സ്ചറൽ ചേഞ്ചസും ഒക്കെ വരുത്തുന്നുണ്ട്. ടെമ്പെ, സുപ്പു, സോയാബീൻ മിൽക്ക്, സോയാ സോസ്, നാറ്റോ, ബാൻഗ്രീൻ, ക്യാമൻ and mixed fermented foods contain cereals and pulses. Example, idli, dosha, dokle, etc. are consumed in different regions of the world. അപ്പം ഇതൊക്കെയാണ് ലെഗ്യൂംസിൽ നിന്ന് ഉണ്ടാക്കുന്നത്. സോയാബീൻ മിൽക്ക്, സോയാ സോസ്, നാറ്റോ, ബാൻഗ്രീൻ, ഇതെല്ലാം ലെഗ്യൂംസിൽ നിന്ന് ഉണ്ടാക്കുന്ന ഫെർമെന്റഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ് ആണ്. പിന്നെ ബേക്കേഴ്സ് ഈസ്റ്റ്, ഇത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ബേക്കേഴ്സ് ഈസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ നോർമലി ബേക്കറികളിലൊക്കെ മാവൊക്കെ നല്ല രീതിയിൽ പൊങ്ങാനായിട്ട് ഉപയോഗിക്കുന്ന ഈസ്റ്റാണ്. അതിനെ ലീവനിങ് ഏജന്റ് എന്ന് പറയുന്നു. അപ്പം ഈ ലീവനിങ് ആക്ഷൻ ഉണ്ടാക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മാവിന്റെ അകത്തിലുള്ള ഫെർമെന്റബിൾ ആയിട്ടുള്ള ഷുഗേഴ്സിനെ അത് കാർബൺ ഡൈ ഓക്സൈഡും എത്തനോളാക്കി മാറ്റിയിട്ടാണ് ഈ ലീവനിങ് അവിടെ സംഭവിക്കുന്നത്. അപ്പം ബേക്കേഴ്സ് ഈസ്റ്റിൽ വരുന്ന സ്പീഷീസ് എന്ന് പറയുന്നത് സക്കാരോമൈസിസ് സെർവീസിയാണ്. പിന്നെ സക്കാരോമൈസിസ് സെർവീസിയെ is a species of yeast that has been instrumental in wine making, baking and brewing. വൈൻ മേക്കിംഗില്, ബേക്കിംഗില്, ബ്രൂവിംഗിലൊക്കെ ഈ സക്കാരോമൈസിസ് സെർവീസിയെ ഉപയോഗിക്കുന്നുണ്ട്. ഈ ഓർഗാനിസത്തിന്റെ വേറെ പേരുകളാണ് ബ്രൂവേഴ്സ് ഈസ്റ്റ്, അലൈ ഈസ്റ്റ്, ടോപ്പ് ഫെർമെന്റിംഗ് ഈസ്റ്റ്, റാഗി ഈസ്റ്റ്, ബഡിംഗ് ഈസ്റ്റ്. ഈ സക്കാരോമൈസിസ് സെർവീസിയെ ഒരു ന്യൂട്രീഷണൽ ഈസ്റ്റ് ആയിട്ടും ഈസ്റ്റ് എക്സ്ട്രാക്ട് ആയിട്ടും ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ഈ ബേക്കേഴ്സ് ഈസ്റ്റ് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ദ പാർഷ്യൽ ഫെർമെന്റേഷൻ ഓഫ് ഗ്രീൻ ടീ റിസൾട്ട്സ് ഇൻ കംബൂച്ച, കെഫിർ, ടെമ്പെ, കോമിസ്. ആൻസർ കംബൂച്ചയാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ഫെർമെന്റഡ് സോയാബീൻസ്? കംബൂച്ച, മിസോ, യോഗട്ട്, സോർക്രോട്ട്. ആൻസർ മിസോ. The most common bacterial cultures involved in acidic fermentation are Lactococcus, Bifidobacterium, Lactobacillus, Leuconostoc, Lactobacillus, Leuconostoc, Lactococcus, Streptococcus, Lactococcus, Rhizopus, Streptococcus, Lactobacillus, Leuconostoc, Lactococcus, Aspergillus. ഇതിന്റെ ആൻസർ ലാക്ടോബസിലസ്, ലൂക്കോണോസ്റ്റോക്ക്, ലാക്ടോകോക്കസ്, സ്ട്രെപ്റ്റോകോക്കസ് ആണ്. ഇത് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആയിരുന്നു. നമ്മുടെ ലാസ്റ്റ് FSO എക്സാമിന് ചോദിച്ച ക്വസ്റ്റൻ ആണ് ഇത്. പിന്നെ ദ പ്രിൻസിപ്പൽ മൈക്രോ ഓർഗാനിസം ഇൻ യോഗട്ട്? സ്ട്രെപ്റ്റോകോക്കസ് തെർമോഫിലസ്, ലൂക്കോണോസ്റ്റോക്ക് സിട്രോവറം, ലാക്ടോബസിലസ് അസിഡോഫിലസ്, സ്ട്രെപ്റ്റോകോക്കസ് ലാക്ടിസ്. ആൻസർ സ്ട്രെപ്റ്റോകോക്കസ് തെർമോഫിലസ്. ഓക്കെ, അപ്പം നിങ്ങൾ കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് അടുത്ത ഏതെങ്കിലും ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യുക. പ്ലീസ് കമന്റ് ഓൺ ദ ടോപ്പിക് ഫ്രം ഫുഡ് ടെക്നോളജി വിച്ച് യു ഫീൽ ടു ബി ഡിസ്കസ്ഡ്. ഓക്കെ, എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.